السلام عليكم ورحمة الله. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കേൾക്കാമല്ലോ. കേട്ടോ. السلام عليكم ورحمة الله. കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ സാർ? കാണാനും പറ്റുന്നുണ്ടല്ലോ. ഉണ്ട്. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത് പ്രവാചകന്റെ നുബുവത്തും അതേപോലെ തന്നെ വഹി അവതരണവും അതേപോലെ തന്നെ പ്രബോധനങ്ങളുടെ തുടക്കം മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം പിന്നീട് പ്രബോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആ വിഷയം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി പ്രബോധനം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് മക്കക്കാരിൽ നിന്നും ഖുറൈശികളിൽ നിന്നും എതിർപ്പുകളും പ്രയാസങ്ങളും തുടങ്ങിയത് എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പരസ്യപ്രബോധനം തുടങ്ങിയത് നുബുവത്ത് കിട്ടിയതിന് 3 വർഷങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത്. അപ്പോൾ മുതലാണ് ഖുറൈശികളുടെ ഭാഗത്തു നിന്നും പീഡനങ്ങളും അതേപോലെ തന്നെ ശത്രുതയും ഉപദ്രവങ്ങളും തുടങ്ങിയത്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രവാചകന്റെ മക്കയിലെ ശത്രുക്കളിൽ പ്രമുഖരായ ആളുകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. പല ആളുകളും മക്കയിലെ പ്രമാണികളായിരുന്നു, മക്കയിലെ പ്രധാനികളായിരുന്നു.
അവർ കൂടുതലായി പ്രവാചകനെ ഉപദ്രവിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രവാചകനെതിരിൽ മറ്റാളുകളെ സംഘടിപ്പിക്കുവാനും ശ്രമിച്ചവരായിരുന്നു. അവരെ കുറിച്ചും നമ്മൾ അവസാന ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ സ്വന്തം കുടുംബമായ ബനു ഹാഷിം ഉള്ളതിന്റെ പേരിൽ അവർ ഭൂരിഭാഗം ആളുകളും മുസ്ലിം ആയിട്ടില്ലെങ്കിൽ പോലും അവർ പ്രവാചകന്റെ പിന്തുണയോടുകൂടി പ്രവാചകന് പിന്തുണ നൽകുന്നതിന്റെ പേരിൽ അവർ മുസ്ലിം ആയിരുന്നില്ല ഭൂരിഭാഗവും, പക്ഷെ അവർ പ്രവാചകനെ ഉപദ്രവിക്കുവാനോ മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുവാനോ സമ്മതിച്ചിരുന്നില്ല. അതിന്റെ പേരിൽ പ്രവാചകന്റെ ശത്രുക്കളിൽ ഭൂരിഭാഗം പേർക്കും പ്രവാചകനെ നേരിട്ട് ഒറ്റപ്പെട്ടുള്ള 1-2 സംഭവങ്ങൾ ഒഴികെ പ്രവാചകനെ നേരിട്ട് ഉപദ്രവിക്കുവാനോ വധിക്കാനോ അല്ലെങ്കിൽ പ്രവാചകൻ നേരിട്ട് എന്തെങ്കിലും ചെയ്യാനോ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇതിന് പകരമെന്നോണം അവർ ഈ ദേഷ്യവും ഈ കോപവും എല്ലാം അവർ തീർത്തിരുന്നത് അവരുടെ സ്വന്തം കുടുംബങ്ങളിൽപ്പെട്ട മുസ്ലിമീങ്ങളോടാണ്. ആ ശത്രുക്കൾ അവരുടെ സ്വന്തം കുടുംബങ്ങളിൽപ്പെട്ട മുസ്ലിമീങ്ങളോടായിരുന്നു, ഇസ്ലാം സ്വീകരിച്ച വ്യക്തികളോടായിരുന്നു ഈ മുഴുവൻ പീഡനങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. അബൂ താലിബിന്റെ സംരക്ഷണം ലഭിച്ചിരുന്നതിനാൽ നബിയെ ഖുറൈശികൾ സംഘമായി മർദ്ദിക്കുവാനോ വധിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ പകരമായി സാധുക്കളായ മുസ്ലിമീങ്ങളെയാണ് ഈ ശത്രുക്കൾ കഠിനമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അതിൽ പീഡനം സഹിച്ച ഒരുപാട് ആളുകൾ, ഏകദേശം എല്ലാവരും തന്നെ പീഡനം സഹിച്ചവരാണ്. എന്നാൽ ചില ആളുകൾ അവർക്ക് കൂടുതലായി പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നുകിൽ അവർ ഏതെങ്കിലും തരത്തിൽ ബലഹീനരായിരിക്കാം, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ, അല്ലെങ്കിൽ അടിമകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ വളരെ ശക്തരായിരിക്കാം, അല്ലെങ്കിൽ കുടുംബക്കാരിൽ ഭൂരിഭാഗം ആളുകളും ഇസ്ലാമിനോട് ശത്രുതയുള്ളവരായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളുടെ പേരിൽ മുസ്ലിങ്ങളായ വ്യക്തികളിൽ ചില ആളുകൾക്ക് വളരെ കൂടുതലായി ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെറിയ രീതിയിൽ പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ യജമാനൻ ഉമയ്യത്ത് കഠിനമായി പീഡിപ്പിച്ചിരുന്നു, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം. ചൂടുള്ള മണലില് മലർത്തി കിടത്തി നെഞ്ചത്ത് പാറക്കല്ലെടുത്ത് വെക്കുമായിരുന്നു. എന്നിട്ട് ഇസ്ലാമിൽ നിന്നും മാറാൻ, പഴയ മതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി അദ്ദേഹത്തെ നിർബന്ധിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം അതേ അവസ്ഥയിൽ കിടന്നുകൊണ്ട് അഹദ് അഹദ് അള്ളാഹു ഏകനാണ് എന്ന് അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരുന്നു. ശത്രുക്കൾക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരിക്കൽ ഇങ്ങനെ പീഡനം സഹിച്ചുകൊണ്ടിരിക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് ദയ തോന്നുകയും അദ്ദേഹത്തെ സമ്പത്ത് കൊടുത്ത് ആ യജമാനിൽ നിന്ന് വാങ്ങുകയും അദ്ദേഹത്തെ സ്വതന്ത്രമാക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ പീഡനങ്ങളുടെ അവസാനമായിരുന്നു അത്. പീഡനങ്ങളിൽ നിന്ന് അദ്ദേഹം അങ്ങനെ രക്ഷപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന പീഡിപ്പിക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വങ്ങളായിരുന്നു യാസിർ കുടുംബം. ഒരു കുടുംബം തന്നെ കുടുംബസമേതം വിശ്വാസം സ്വീകരിച്ച അമ്മാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് യാസിർ ഉണ്ട്, അദ്ദേഹത്തിന്റെ മാതാവ് സുമയ്യ. ഇവര് ബനു മഖ്സൂം കുടുംബക്കാരാണ്. അതായത് അബൂജഹലിന്റെ ഒക്കെ പ്രവാചകൻ ഏറ്റവും വലിയ ശത്രു, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ പ്രവാചകൻ ശത്രു അബൂജഹലിന്റെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു ഈ സാധുക്കളായ ഈ 3 പേര്. ഇവരെ അബൂജഹല് വളരെയധികം മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും അതിശക്തമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. എത്രത്തോളം? ആ പീഡനത്തിലായി അവരുടെ മാതാവ് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അഥവാ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുമയ്യ മരണപ്പെടുകയുണ്ടായി. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി അവരാണ്. യുദ്ധത്തിൽ രക്തസാക്ഷിയായതല്ല, ഇസ്ലാമിന്റെ പേരിൽ ആദ്യമായി ജീവൻ വെടിഞ്ഞ, ഇസ്ലാമിന്റെ പേരിൽ മാത്രം ആദ്യമായി വധിക്കപ്പെട്ട വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു അൻഹ. അവരുടെ മകനും മുസ്ലിമായിരുന്നു, ഭർത്താവ് മുസ്ലിമായിരുന്നു. മാത്രമല്ല കുടുംബം വളരെയധികം ഉപദ്രവിച്ചിരുന്നു. ആ ഉപദ്രവത്തിന്റെ പേരിൽ അവർ ഷഹീദാക്കപ്പെടുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ മക്കയിൽ പ്രതിസന്ധികൾ ഒരുപാട്
സഹിച്ച വ്യക്തിയാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ച് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം മക്കയിലെ ഏറ്റവും സമ്പന്നനായ കുടുംബത്തിലുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വളരെ സമ്പന്നനായിരുന്നു. വളരെ വിജയ വളരെ വളരെ നല്ല രീതിയിൽ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഉന്നത ഉള്ളതായിരുന്നു. ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 13-14 വയസ്സുകൾ മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതിനെക്കുറിച്ച് പറയുന്ന ഇതാണ്: ദാറുൽ അർഖമിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ ശ്രവിക്കുകയും ഉടനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുമായി ഒരുമിച്ച് കൂടാൻ വേണ്ടി ദാറുൽ അർഖം എന്ന അർഖം റളിയല്ലാഹു അൻഹുവിന്റെ ഭവനം തീരുമാനിച്ചിരുന്നു. അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് സംസാരിക്കുകയും അവർക്ക് ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നത്. ഈ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പല ആളുകൾ വരികയും അതിൽപ്പെട്ട ഒരാളായി വന്നതാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ലാസ്സുകൾ, അധ്യാപനങ്ങൾ കേൾക്കുകയും അതിൽ ആകൃഷ്ടനാവുകയും ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം കുടുംബത്തെ ഭയന്ന് ഇസ്ലാം മറച്ചുവെച്ചു. കുടുംബക്കാർ അറിയാം, ഇസ്ലാം സ്വീകരിച്ച വ്യക്തികൾക്ക് ഏൽക്കുന്ന ഉപദ്രവങ്ങളും ഇസ്ലാമിനോടുള്ള മക്കയിലെ ഭൂരിഭാഗം ആളുകളുടെ വെറുപ്പും അറിയാവുന്നതിന്റെ പേരിൽ അദ്ദേഹം ഇസ്ലാമിനെ മറച്ചുവെച്ചു. എന്നാൽ അദ്ദേഹം രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു പോയിക്കൊണ്ടിരുന്നു. ഒരിക്കല് കുടുംബം ഇത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം മുസ്ലിമായ വിവരം തിരിച്ചറിഞ്ഞു. അങ്ങനെ കുറെ നാളുകളോളം അദ്ദേഹത്തെ കെട്ടിയിട്ടു. ഇസ്ലാമിൽ നിന്ന് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്വന്തം മാതാവ് തന്നെ അദ്ദേഹത്തെ കെട്ടിയിട്ടു. എന്നാൽ അവിടെ രക്ഷപ്പെട്ട് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ വരുന്നുണ്ട്, എത്യോപ്യയിലേക്ക് ഹിജറ ചെയ്ത് മുസ്ലിമുകൾ രക്ഷപ്പെട്ടു പോകുന്ന സംഭവം വരുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ അദ്ദേഹം എത്യോപ്യയിലേക്ക് രക്ഷപ്പെട്ട് പോയി. അങ്ങനെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം അവര് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹവും മടങ്ങി വന്നിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയായിരുന്നു. അതായത് ഏറ്റവും ഉന്നതമായ നിലവാരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഏറ്റവും കൂടിയ മുന്തിയ ഇനം സുഗന്ധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വ്യക്തി. എത്രത്തോളം പറയപ്പെടുമായിരുന്നു, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു നടന്നു പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുമായിരുന്നു മുസ്അബ് പോയിട്ടുണ്ടെന്ന്, കാണാതെ തന്നെ. കാരണം അദ്ദേഹത്തിന് സുഗന്ധം അത്രത്തോളമായിരുന്നു. ഈ ഇത്ര ഉന്നതമായ നിലവാരത്തിൽ ജീവിച്ചിരുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മക്ക വിട്ടു പോവുകയും അങ്ങനെ എത്യോപ്യയിലേക്ക് എത്തുകയും പിന്നീട് എത്യോപ്യയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കോലം വളരെ മാറിപ്പോയിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ മുഷിഞ്ഞതായിരുന്നു, പഴകിയതായിരുന്നു, കീറിയതായിരുന്നു. ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തിന് മാറ്റങ്ങൾ വന്നിരുന്നു. അങ്ങനെ അതേപോലെ തന്നെ മാത്രമല്ല, ഇദ്ദേഹം പിന്നീട് ഉഹദ് യുദ്ധത്തിൽ വെച്ച് ഷഹീദാക്കപ്പെട്ടു. മദീനയിലേക്ക് ഹിജറ പോകും. അതിനുശേഷം ഉഹദ് യുദ്ധത്തിൽ വെച്ച് ഇദ്ദേഹം ഷഹീദാക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അത് ഇൻഷാ അല്ലാഹ് ആ ഉഹദ് യുദ്ധത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ അവിടെ ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഉപദ്രവമേറ്റ മറ്റൊരു വ്യക്തിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തന്റെ പിതൃവ്യൻ, അതായത് പിതാവിന്റെ സഹോദരൻ ഹക്കം ബിൻ അബുൽ ആസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് കെട്ടിയിട്ടു, കുറച്ച് ഉപദ്രവിച്ചു. എന്നാൽ പിന്നീട് അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് മാറുകയില്ല, ഇസ്ലാമിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ ആ ഒരു നിശ്ചയദാർഢ്യത കണ്ടപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ പിതൃവ്യൻ അദ്ദേഹത്തെ അഴിച്ചുവിടുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹവും എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത് രക്ഷപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സ്വയം പറയുന്നുണ്ട്, ഖുറൈശികൾ എന്നെ പിടിച്ചുകൊണ്ടുപോയി തീ കത്തിച്ച് അവരെന്നെ അതിൽ വലിച്ചിട്ടു. എന്റെ മുതുക് ഭൂമിയിൽ മുട്ടുന്നത് വരെ ഒരാൾ എന്റെ നെഞ്ചിൽ ചവിട്ടി അമർത്തി. അത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ പൊള്ളിച്ചു. ആ പൊള്ളലേറ്റ പാട് ഈ സംഭവം പിന്നീട് അദ്ദേഹം മറ്റൊരാൾക്ക് വിവരിക്കുന്നതാണ്. മദീനയിൽ എത്തിയതിനു ശേഷം പിൽക്കാലത്ത് അദ്ദേഹം മറ്റൊരു വ്യക്തിക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ്. ആദ്യകാലം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെന്ന്. അപ്പോൾ അദ്ദേഹം വസ്ത്രം ഉയർത്തിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായ പൊള്ളിയ പാടുകളൊക്കെ അദ്ദേഹം കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അത്രത്തോളം പീഡനങ്ങൾ ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവറുകൾ സഹിച്ചിരുന്നു.
അതേപോലെ തന്നെ പീഡനങ്ങൾ സഹിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കുടുംബക്കാർ അദ്ദേഹത്തെ അധികം ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബക്കാര് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹം ദീനിന്റെ വിഷയത്തിൽ അങ്ങേറ്റം ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. ദീനിനെ പ്രചരിപ്പിക്കുവാനും ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന കൂടാതെ തന്നെ അദ്ദേഹം സ്വയമായി പ്രബോധനത്തിന് വേണ്ടി അദ്ദേഹം സ്വതന്ത്രമായി ഇറങ്ങുമായിരുന്നു. പലപ്പോഴും കഅബയിലും മക്കയിലും ഹറമിലൊക്കെ ചെന്ന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് പോയി ദീനിനെ കുറിച്ച് പറയുകയും ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പലപ്പോഴും അദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒരു പ്രാവശ്യം മാത്രമല്ല, പല സമയങ്ങളിലും ഇതേപോലെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ദേഷ്യം വരും. ജനങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തെ മർദ്ദിക്കും, അദ്ദേഹത്തെ ചെരുപ്പൂരി അടിക്കും. അത്രത്തോളം അദ്ദേഹത്തിന്റെ മുഖത്തു നിന്ന് ചോര വരും, ബോധക്ഷയം ഉണ്ടാകും, അങ്ങനെ വീണു പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ബനു തമീം കുടുംബക്കാരിൽ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകും. ഇത് സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു വേള അദ്ദേഹം ഇങ്ങനെ ബോധം കെട്ട് വീഴുകയും ബനു തമീം കുടുംബക്കാർ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തുകയും അവർ പലപ്പോഴും മരിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി കിടത്തിയപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചായിരുന്നു. പ്രവാചകൻ എവിടെ, പ്രവാചകൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്ന ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരം എനിക്ക് കിട്ടാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് വാശി പിടിച്ചിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കുടുംബക്കാരൊക്കെ ദേഷ്യം കൊണ്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഏതൊരു സ്ത്രീ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് ഭക്ഷണം കഴിക്കാൻ പോലും തയ്യാറായത്. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം ത്യാഗങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബക്കാരായിരുന്നില്ല, അദ്ദേഹത്തെ ഉപദ്രവിച്ചിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ പൊതുജനങ്ങളാണ് അദ്ദേഹത്തെ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഒരുപാട് നല്ല സംഭവങ്ങൾ, ഒരുപാട് മുസ്ലിമീങ്ങളുടെ ധൈര്യം ഉണർത്തുന്ന, മുസ്ലിമീങ്ങൾക്ക് ധൈര്യം പകരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം. നമുക്കറിയാം, പ്രവാചകന് 4 പിതൃവ്യന്മാരാണ് ഉള്ളത്. ഒന്ന് അബൂലഹബ്, പ്രവാചകന്റെ കടുത്ത ശത്രുവാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും പ്രവാചകന്റെ സംരക്ഷണത്തിനായി കൂടെയുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അതേപോലെ തന്നെ ഏറ്റവും ഇളയ വ്യക്തിയായിട്ട് ആ കുടുംബത്തിലെ ഹംസ റളിയല്ലാഹു അൻഹു. പറയപ്പെടുന്നുണ്ട് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹംസ റളിയല്ലാഹു അൻഹുവും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. പ്രവാചകനേക്കാൾ 2 വയസ്സ് മൂത്തതാണ് ഹംസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മാത്രമല്ല, ഈ ബനു ഹാഷിം കുടുംബത്തിലെ കുറച്ച് തന്റേടമുള്ള വ്യക്തികളിൽപ്പെട്ട ഒരാളായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ധീരനായിരുന്നു, അല്പം തന്റേടം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആരെങ്കിലും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ വന്നാൽ അദ്ദേഹം വെറുതെ വിടുമായിരുന്നില്ല, ധീരനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രചോദനം നൽകുകയാണ് ഉണ്ടായത്. ആ സംഭവം ഇപ്രകാരമാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞ പ്രവാചകന്റെ ഉപദേശം നേരിട്ട് വന്ന് കേട്ട് ആഗ്രഹത്തിൽ മുസ്ലിമാകുന്ന രീതിയല്ല വരുന്നത്. ഒരു അത്ഭുതകരമായ സംഭവമാണ്. അതായത് ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ അടുക്കൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെ അബൂജഹൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അബൂജഹല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ വെച്ച് കുറെ ചീത്ത പറഞ്ഞു. ദാവത്തിനെ കുറിച്ചും അതേപോലെ തന്നെ പുതിയ മതത്തെ കുറിച്ചൊക്കെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അബൂജഹൽ പ്രവാചകന് ചീത്ത പറഞ്ഞു. അങ്ങനെ പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിലെ ഹംസ റളിയല്ലാഹു അൻഹു കടന്നുപോയി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വേറൊരു വ്യക്തി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദിനെ അബൂജഹൽ ഒരുപാട് ചീത്ത പറഞ്ഞല്ലോ, നീ എന്തെങ്ങനെ അങ്ങനെ. അപ്പൊ ഇത് കേട്ടപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു. കാരണം എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി, മുസ്ലിം ആയിട്ടൊന്നുമില്ല, എന്നാൽ എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ സഹോദരപുത്രനെ വേറെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ശകാരിക്കുന്നു എന്ന ദേഷ്യത്തിൽ അദ്ദേഹം വേഗം മസ്ജിദുൽ ഹറാമിലേക്ക് ചെന്നു.
അവിടെ അബൂജഹൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ മിക്കപ്പോഴും ഇദ്ദേഹം ധീരനായിരുന്നു. കയ്യിൽ എപ്പോഴും അമ്പും വില്ലും ഉണ്ടാകുമായിരുന്നു. ഇദ്ദേഹം കയ്യിലുണ്ടായിരുന്ന അമ്പ് വെച്ച് അബൂജഹലിന്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കുകയും എന്നിട്ട് പറഞ്ഞു, ഞാനും നീ അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയാണോ? ഞാനും അദ്ദേഹത്തിന്റെ ദീനിലാണ്. അദ്ദേഹം അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന കാര്യം ഞാനും പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി തന്നെ അവിടെ ഇസ്ലാമിനെ പ്രഖ്യാപിക്കാനുണ്ടായത്. പ്രവാചകന്റെ അടുത്ത് പോയി ഇസ്ലാം സ്വീകരിക്കുകയില്ല, പരസ്യമായി തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വൈകാരികമായ ആ ഒരു ആവേശത്തിൽ അദ്ദേഹം അവിടെ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ഈ ഒരു സംഭവം പരസ്യമായി ചെയ്തതിന്റെ പേരിൽ കുറേശികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ആദ്യമായിട്ടാണ് ഒരാൾ തന്റെ ഇടത്തോടു കൂടി ഇത്ര ധൈര്യമുള്ള ഒരാള്. ഇസ്ലാമിൽ മുസ്ലിമായ വ്യക്തികളിൽ പ്രമുഖരായ ഒരുപാട് ആളുകളുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിനെ പോലെ, ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെയുള്ള പ്രമുഖരായ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഇവരൊന്നും വലിയ ധൈര്യമുള്ള ആളുകളല്ല, നല്ല തന്റെ ഇടവും ചങ്കൂറ്റമുള്ള ആളുകളല്ല. എന്നാൽ ചങ്കൂറ്റമുള്ള ഹംസ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അത് ഖുറൈശികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം അവർക്ക് ഇനി മുസ്ലിമുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാനും ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടാകും എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് ഖുറൈശികൾക്ക് മനസ്സിലായപ്പോൾ അത് ഖുറൈശികളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. അതിനുശേഷമാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല മക്കയിൽ വേണ്ടതുപോലെ ഇസ്ലാം വളരുന്നുമില്ല. പുതിയ ആകെ കയ്യിൽ എണ്ണാവുന്ന ഒരു 50-60 ആളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ. ഏകദേശം പ്രബോധനം തുടങ്ങിയിട്ട് 6-7-8 വർഷങ്ങളാകുന്നു. പക്ഷെ എന്താകുന്നില്ല, ഇസ്ലാം വേണ്ടതുപോലെ വളരുന്നില്ല. മാത്രമല്ല പീഡനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം കഴിയുന്തോറും പീഡനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പീഡനങ്ങളിൽ നിന്നും രക്ഷാമാർഗത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് ഹബിഷ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്യോപ്യയിലേക്ക് നിങ്ങൾ പാലായനം ചെയ്താൽ നല്ലതായിരിക്കും എന്ന അഭിപ്രായം മുസ്ലിമീങ്ങളോട് പറഞ്ഞു. അതായത് മുസ്ലിമീങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എത്യോപ്യയിലേക്ക് പാലായനം ചെയ്തു പോവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് പറയുകയുണ്ടായി. ഇവിടെ നമുക്കൊരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്യോപ്യ തെരഞ്ഞെടുത്തത്? 1-2 കാരണങ്ങളുണ്ട്. പ്രധാനമായും എത്യോപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിൽ നിന്നും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ദൂരെയല്ല. പക്ഷേ പ്രശ്നം എന്താ, കടല് കടന്നാണ് പോകാൻ പറ്റുള്ളൂ. ചെങ്കടല് കടന്ന് അപ്പുറത്തേക്ക് പോയാലാണ് എത്യോപ്യയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അടുത്താണെങ്കിലും കടല് കടന്ന് പോകുന്നു. അറബിയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ദൂര സ്ഥലങ്ങളിലേക്ക് പോയാലും ഖുറൈശികൾക്ക് സൈന്യവുമായി വന്നവരെ പിടിക്കാൻ പറ്റും. നേരെ മറിച്ച് എത്യോപ്യയിലേക്ക് പോവുകയാണെങ്കിൽ ഖുറൈശികൾക്ക് എളുപ്പത്തിൽ വലിയൊരു സംഘത്തെ അയച്ച് ഒരു സൈനിക നീക്കമൊന്നും നടത്തി അവരെ പിടിക്കാനൊന്നും പറ്റുകയില്ല. കാരണം കടൽ കടന്നു പോണം. പരമാവധി ഈ ഖുറൈശികളായ ആളുകൾ കടലയാത്ര ഒഴിവാക്കുമായിരുന്നു. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എത്യോപ്യയിൽ ഒരു കൃത്യമായ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. അവിടുത്തെ രാജാവ് ഈസാ അലി ഇസ്ലാമിന്റെ അനുയായിയായ ആദ്യകാല ക്രിസ്ത്യാനികളിൽപ്പെട്ട വ്യക്തിയായ നജ്ജാഷി ആയിരുന്നു. അവര് വേദഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ പ്രവാചകന്മാരെ കുറിച്ചും അതേപോലെ തന്നെ മുതലായ കാര്യങ്ങളെ കുറിച്ചും അറിയാവുന്നവരായിരുന്നു അവിടുത്തെ ആളുകളും അവിടുത്തെ ഭരണകൂടവും. അപ്പൊ അതുകൊണ്ട് ഒരു പ്രവാചകന്റെ അനുയായികളാണ് എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായും അവിടുത്തെ ആളുകൾ അത് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ മതം സ്വീകരിക്കാനും അതേപോലെ തന്നെ വരുന്ന ആളുകളെ സ്വീകരിക്കാനും സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ അങ്ങോട്ട് അയക്കുന്നത്. മാത്രമല്ല മക്കയിൽ നിന്നുള്ള ഏറ്റവും അടുത്ത പ്രദേശങ്ങളിൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ ഏറ്റവും അടുത്തുള്ള പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് എത്യോപ്യ. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് എത്യോപ്യയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നു. നിർബന്ധമല്ല, നിങ്ങൾക്ക് പറ്റാവുന്നവർക്ക് പോയാൽ നല്ലതായിരിക്കും എന്ന രീതിയിലാണ് പറയുന്നത്. നിർബന്ധപൂർവം പറയുന്നില്ല. കാരണം അതിനുള്ള അവസ്ഥ എല്ലാവർക്കും ഇല്ല. എത്യോപ്യയിലേക്ക് യാത്ര പോകാനുള്ള സാമ്പത്തികമായ ആവശ്യങ്ങൾ വരും. കടൽ കടന്നു പോകണം, ദൂരം കൂടുതലാണ്. മാത്രമല്ല അവിടെ ചെന്നാലും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അപ്പൊ അതിനുള്ള സാമ്പത്തിക ശേഷിയുള്ളവർക്കേ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധപൂർവ്വം പറഞ്ഞില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ, യാത്ര ചെയ്യാനുള്ള സൗകര്യവും
നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു പോയാൽ നല്ലതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, താൽക്കാലികമായിട്ടാണ് പറഞ്ഞത്. ഇതിനുശേഷം മദീനയിലേക്ക് ഹിജ്റ പോകുന്നുണ്ടല്ലോ, അതൊരു താൽക്കാലിക ഹിജ്റയായിരുന്നില്ല, സ്ഥിരമായിട്ടുള്ള ഹിജ്റയായിരുന്നു. എന്നാൽ എത്യോപ്യയിലേക്ക് പോകാൻ പറഞ്ഞത് ഒരു താൽക്കാലികമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇവിടുത്തെ, അതായത് മക്കയിലെ അവസ്ഥ മാറുന്നത് വരെ നിങ്ങൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്താൽ കൊള്ളാം. അവിടെ നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്. ആരും ആക്രമിക്കപ്പെടാത്ത സത്യസന്ധതയുടെ നാടാണ് അത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്യോപ്യയിലേക്ക് പുറപ്പെടുന്നതിന് വേണ്ടി മുസ്ലിമീങ്ങളെ പ്രേരിപ്പിച്ചത്. വിഷയം മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെ മുസ്ലിമീങ്ങളിൽ ഏകദേശം 14 പേര് ആദ്യമായി എത്യോപ്യയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുകയാണ്. 14 പേര്, ചെറിയ സംഘമാണ്, വലിയ സംഘമല്ല. അതില് പ്രധാനി നേതാവായിട്ട്, ആ സംഘത്തിന്റെ ലീഡറായിട്ട് ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ന സഹാബിയെ ഉത്തരവാദിത്തപ്പെടുത്തി. ഈ സംഘത്തില് പ്രസിദ്ധരായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രവാചകന്റെ പുത്രിയുമായ റുഖയ്യ, അതേപോലെ തന്നെ ജഅഫർ ബിൻ അബി താലിബ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠൻ, പ്രവാചകന്റെ കൊച്ചാപ്പ അബൂ താലിബിന്റെ മകൻ ജഅഫർ ബിൻ അബി താലിബ്, അദ്ദേഹത്തിന് മുതലായ ആളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഈ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇവരവിടെ അങ്ങോട്ട് പലായനം ചെയ്തു പോവുകയും അങ്ങനെ ഹബിഷയിലേക്ക് ചെന്നെത്തുകയും ചെയ്തു. അങ്ങനെ ഹബിഷയിലേക്ക് ചെന്നെത്തി. അങ്ങനെ അവിടെ സമാധാനത്തോടു കൂടി ജീവിതം തുടങ്ങി. അവിടുത്തെ രാജാവ് ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. കാരണം അവർ ഈസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളാണ്. പ്രവാചകന്മാര് വരാനുണ്ടെന്നും പ്രവാചകന്മാരെ കുറിച്ചുള്ള ദിവ്യബോധനവും ലഭിച്ച ഒരു സമൂഹമാണ് അവര്. എന്നാൽ ഖുറൈശികൾക്ക് വേദഗ്രന്ഥങ്ങളൊന്നും നൽകപ്പെട്ടിട്ടില്ല. പ്രവാചകന്മാരാരാണെന്നൊന്നും അവർക്ക് വേണ്ടതുപോലെ അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഖുറൈശികൾക്ക് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ദിവ്യ സന്ദേശം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായത്. എന്നാൽ ഹബിഷയുള്ള ജനത അതായിരുന്നില്ല. അവർക്ക് ദിവ്യ സന്തോഷത്തെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും വേദഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള നല്ല വിവരവും വിജ്ഞാനവും ഉള്ള സമൂഹമായിരുന്നു. പക്ഷെ ഇവരവിടെ ചെന്നുവെങ്കിലും അവിടുത്തെ സമൂഹം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഇവര് നോക്കുമ്പോൾ ഏതോ നാട്ടിൽ നിന്ന് പാവപ്പെട്ട ആളുകൾ അഭയാർത്ഥികളായി വന്നിരിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ അയച്ചത് അവിടെ പ്രബോധനത്തിന് വേണ്ടിയും ആയിരുന്നില്ല. കുറച്ചുനാൾ അവിടെ നിന്ന് ഇവിടുത്തെ പ്രതിസന്ധികളൊക്കെ മാറുമ്പോൾ മടങ്ങി വരിക എന്ന ലക്ഷ്യത്തിലാണ് പ്രവാചകൻ അവരെ അങ്ങോട്ട് അയച്ചത്. അപ്പൊ അതിന്റെ പേരിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയ സഹാബാക്കൾ ആരും അവിടെ ചെന്ന് പ്രബോധനം നടത്തുവാനും പ്രബോധനം നടത്തിയതുമില്ല. അങ്ങനെ അവർ കുറച്ചു നാളവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഖുറൈശികൾക്ക് വിഷമം വന്നു. കാരണം മുസ്ലിമീങ്ങളായ ആൾക്കാർ കുറച്ചുപേര് ഇപ്പോ ഹബിഷയിലേക്ക് പോയി അവിടെ സുഖമായി താമസിക്കുകയാണ്. അപ്പൊ ഖുറൈശികൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഖുറൈശികൾ ഉടനെ തന്നെ സഭ കൂടി, സമ്മേളനം കൂടി ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ അവർ ഇപ്രകാരം തീരുമാനിച്ചു: ഇവരിൽപ്പെട്ട 2 വ്യക്തികളെ, പ്രധാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നീട് മുസ്ലിമായി, അംർ ഇബ്നു ആസിനെയും അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിന് അബുൽ ആസ് എന്നീ 2 ആളുകളെ നമുക്ക് എത്യോപ്യയിലേക്ക് അയക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഖുറൈശികള് ഈ 2 പേരെ, ഖുറൈശികളുടെ നിർദ്ദേശപ്രകാരം അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി, അന്ന് മുസ്ലിം ആയിട്ടില്ല, ഇദ്ദേഹത്തെയും അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിന് റബിയ, ഈ 2 പേരെ, ഇവർ 2 പേരും എത്യോപ്യയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് അവര് പറഞ്ഞു: മക്കയിൽ നിന്നും ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറച്ച് ആളുകൾ പുതിയ മതവുമായിട്ട് നിങ്ങളുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. അവര് നിങ്ങളുടെ മതത്തിലും അല്ല ഞങ്ങളുടെ മതത്തിലും അല്ല, അവരവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്നതാണ്. നിങ്ങളുടെ നാട്ടിൽ വന്നവര് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് മക്കയിലേക്ക് ഞങ്ങളുടെ കൂടെ മടക്കി അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോ രാജാവിന്റെ മാത്രമല്ല, ഇവര് പോയപ്പോൾ സാധാരണ രാജാവിന്റെ അടുക്കൽ പോകുമ്പോൾ പാരിതോഷികങ്ങൾ കൊടുക്കും. ഇപ്പൊ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഏതെങ്കിലും സന്ദേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമോ സാധിക്കണമെങ്കിൽ രാജാവിന് മുന്നിൽ കാണിക്കകൾ വെക്കണം. അപ്പൊ അതിനുവേണ്ടി ഇവര് മക്കയിൽ നിന്ന് ഒരുപാട് പാരിതോഷികങ്ങളും സമ്മാനങ്ങളുമായിട്ടാണ് ഇവർ 2 പേരും നജ്ജാഷിയുടെ അടുക്കൽ പോവുകയും അങ്ങനെ ഈ സമ്മാനങ്ങളൊക്കെ അവിടുത്തെ രാജാവ് നജ്ജാഷിക്ക് മുന്നിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഇവരുടെ ആവശ്യം മുമ്പിൽ വെച്ചത്.
അതിനുശേഷം നജ്ജാശി ഉടനെ തന്നെ ഇവരുടെ വാക്ക് കേട്ട് തീരുമാനമെടുക്കാതെ മുസ്ലിങ്ങളെ വിളിപ്പിച്ചു. എന്നിട്ട് അവരോട് ഇങ്ങനെ കാര്യം തിരക്കി. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ജാഫർ ഇബ്നു അബി താലിബ് നല്ല മറുപടി കൊടുത്തു. ഞങ്ങള് എന്താണ് ഞങ്ങള് അറിവില്ലാത്തൊരു സമൂഹമായിരുന്നു. ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. ഞങ്ങൾ മോശമായ ഒരു സമൂഹമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഞങ്ങൾക്കൊരു പ്രവാചകനെ നൽകി. ഞങ്ങളുടെ വിശ്വാസങ്ങൾ ശരിയായി. ആ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നജ്ജാഷിക്ക് വലിയ സന്തോഷം തോന്നുകയും നജ്ജാഷി സംതൃപ്തനാവുകയും അങ്ങനെ മുസ്ലിമീങ്ങളെ ഹബിഷയിൽ തന്നെ തുടരാൻ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെ പിന്നീട് ഇവരുടെ ആ ഒരു കർത്തവ്യം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി മടങ്ങി പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ മുസ്ലിമീങ്ങൾ കുറച്ചു നാളുകൾ എത്യോപ്യയിൽ കഴിയാൻ അവസരം വന്നു. ഇതേപോലെ തന്നെ ഇതേ സമയത്ത് തന്നെ ഉണ്ടായ ഒരു പ്രസിദ്ധമായ സംഭവമാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം. ശരി, എന്നാ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.